എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കിപ്പോഴും ഒരു ഡ്രീം വേൾഡാണ്. കാരണം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അവിടെ എന്തൊക്കെയോ നടന്നേന്ന്. ഓരോ സ്റ്റെപ്പ് ഞാൻ വെക്കുമ്പോഴും ഞാൻ വിചാരിക്കാം അടുത്തതെന്താ. ഞാൻ സത്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഒരു സാന്താക്ലോസിനെയാണ്. അപ്പം ഞാൻ ഓർത്തു ഇതെന്താ ഇത്. പെട്ടെന്ന് വലിയൊരു സ്റ്റേജ് കണ്ടു, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുഞ്ഞു സ്റ്റേജ് കണ്ടു. ഞാൻ ഓർത്തു ഇതൊക്കെ എന്താ ഇത്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഒരുപാട് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. പക്ഷേ ഈ ഒരു ഫംഗ്ഷനോട് കൂടിയാണ് മനസ്സിലായത് എല്ലാവരും എന്നെ എത്രമാത്രം ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം വേറെ ഒരു കല്യാണത്തിനും കാണാത്ത അത്രയും കോപ്പറേഷൻ, ഒരു ലവിങ് മൂമെൻറ്റ്സ് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ എൻഗേജ്മെൻറ്റിന് ചെന്നിട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് തന്നെ ആണോ എന്ന്. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് എങ്ങനെ എന്ത് പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. I don't want a Christmas I forget. Don't want to be just me. I don't need another pretty gift. I don't even need a tree. 'Cause all I ever wanted was a single dream come true. And darling, that's you. No one but you. I don't need a turkey or a fire. I couldn't bear cold white snow. Shining lights all sparkly in the dark. But who am I gonna hold? 'Cause all I ever wanted was a single dream come true. And darling, that's you. No one but you. If I wind up alone this year, I'll be real good. I'll write my 98th letter. I hope Saint Nick will make things better. 'Cause I don't want a Christmas I forget. Don't want it to be just me. I don't need another pretty gift. I don't even need a tree. 'Cause all I ever wanted was a single dream come true. And darling, that's you. No one but you. I only want you. I only want you. I only want you. റമോള ജനിച്ച് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് എന്നെ കൊണ്ടുവന്ന് അവർ കാണിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എനിക്കുണ്ടായത്. എൻ്റെ മകളായിട്ട് അവൾ ജനിച്ചല്ലോ. അതിന് അന്ന് മുതലേ അവളുടെ വളർച്ചയിലും എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ യാത്ര തുടർന്ന് ഒറ്റയ്ക്കുള്ള യാത്രയിൽ അവൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടുന്ന് പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. സീറ്റ് കിട്ടാതെ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് പോകുന്നത് വരെ ഞാൻ കാണേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അവൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി. ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഷോർട്ട് ടൈം മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റിയത്. ആ ടൈമിനുള്ളിൽ തന്നെ ഞങ്ങൾ ഒത്തിരി ഓർത്ത് ഇരിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് കടന്നു പോകുന്നത്. मैंने
ഞാനും ചേച്ചി തമ്മിലാണ് ഫുൾ ടൈം ഫൈറ്റ്. പക്ഷെ എങ്കിലും ഞാൻ 6th പഠിക്കുന്നത്. അപ്പോഴായിരുന്നു ആദ്യമായിട്ട് ചേച്ചി ഞാൻ തമ്മിൽ ശരിക്കും വേർപെട്ട് നിൽക്കുന്നത്. അന്ന് അവിടെ ആക്കി ഞാൻ തിരിച്ച് വണ്ടി കയറുമ്പോൾ ചേച്ചി ടാറ്റ തന്ന് ഫസ്റ്റായിട്ട് പറഞ്ഞു വിടണേ. അന്ന് തൊട്ട് ഞാൻ ശരിക്കും എനിക്ക് ആരും സംസാരിക്കാനില്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ചേച്ചി ആ യാത്രയിൽ തന്നെയായിരുന്നു. ചേച്ചി വരും, പിന്നെ ഒരു പഴയ പോലെ ഒരു എൻജോയ് മൂമെൻ്റ് ഉണ്ടാവുന്ന ഒരു ഹോപ്പ് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ചേച്ചി ഇനി വരാണെങ്കിൽ തന്നെ ഒരു ഗസ്റ്റ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചേച്ചാ. നല്ല ആരോഗ്യമുള്ള പയ്യൻ, കണ്ട കോല് പോലെ ഇരിക്കരുത്. ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണേ, അതിൻ്റെ ഒരു കൂടെ അവരും ഇങ്ങനെ ഇരുന്നാലെങ്കിലും. 2 നുണക്കുഴിയുണ്ട്, അത് ഞാൻ കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോഴാണ്ട ചിരിക്കല്ലേ 2 നുണക്കുഴി. അപ്പൊ ഞാനാ നുണക്കുഴിയിൽ ഇങ്ങനെ പെട്ട്. ഈ 2 നുണക്കുഴി ഞങ്ങൾ കണ്ടിട്ട് ഓരോ പുസ്തകം കണ്ടു. I'm not a good singer, but you all please try to adjust with that. ഞാൻ വലിയൊരു ഗായികയല്ല, പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചിന്താമേ Okay, now I invite my sweetheart to sing 2 lines for me at least. നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സേവകണ്ട നിർവല്യമായി. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണീനു കണ്ണ എൻ കൺമണി.